മുൻ എം.എൽ.എ. ആർ ലതാദേവി കൊല്ലം ജില്ലാ പഞ്ചായത്ത് ചടയമംഗലം ഡിവിഷനിൽ മത്സരിക്കും. നിയമസഭാംഗമായിരുന്ന ഒരാൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെ ചർച്ചയാക്കേണ്ട കാര്യമില്ലെന്നും പാർട്ടി ഏൽപ്പിച്ച ദൌത്യം പൂർത്തിയാക്കുകയാണ് പ്രതികരണം. കടക്കൽ മേഖലയിലെ സിപിഐയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് പരിഹരിക്കാവുന്ന വിഷയമാണെന്ന് ലതാദേവി മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു. മുൻ നിയമസഭാ സാമാജിക തദ്ദേശ തിരഞ്ഞെടുപ്പ് മത്സരത്തിലേക്ക് എത്തുകയാണ്. ചടയമംഗലത്ത് നിന്നാണ് കൊല്ലം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇതൊരു പുതിയ അംഗമാണ്. ഏതായാലും ഈ എം.എൽ.എ. ആയിരുന്നു, പിന്നീട് ഈ മത്സരരംഗത്തേക്ക് വരുന്നത് എങ്ങനെ കാണുന്നു? അതിനെ എം.എൽ.എ. ആയിരുന്നപ്പോഴും പൊതുജന നന്മയും വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഒപ്പം തന്നെ നിയമനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട നടപടികൾ അത് മാതിരി തന്നെയാണ്. അത് നിയമനിർമ്മാണം ഒഴിച്ച് ബാക്കി എല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നടക്കുന്ന പ്രക്രിയയാണ്. നിയമസഭയിലെ അംഗങ്ങളും ജനങ്ങളുമായിട്ട് കുറച്ചുകൂടെ ഒരു ഡിസ്റ്റൻസ് ഒരുപക്ഷെ കണ്ടേക്കാം. ഇത് പക്ഷേ ജനങ്ങളോട് കൂടുതൽ അടുത്ത് നിന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം, അവരുടെ പ്രശ്നങ്ങൾ, വ്യക്തികളുടെ അടക്കം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ പ്രാദേശിക സർക്കാരുകളുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട്. ഇതെല്ലാം ജനനന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്. അപ്പോൾ ഇതും തമ്മിൽ വ്യത്യാസമില്ല. അത് കുറേ കൂടെ വ്യാപകമായിട്ടുള്ള ഒരു ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. രണ്ടും ഒരേ മാതിരി തന്നെ ജനപ്രതിനിധികൾ ജനങ്ങളുടെ താല്പര്യം മനസ്സിലാക്കി പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ആ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കിട്ടുന്ന അവസരങ്ങളാണ്. ഒരാൾക്കും ഇടതുപക്ഷത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പിൽ പങ്കാളികളാകുവാൻ സാധിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അത്രത്തോളം ജനക്ഷേമ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് കേരള പിറവി ദിനത്തിന് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനമടക്കം നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയായിട്ട് നടപ്പാക്കിയ സംസ്ഥാനം, ക്ഷേമ പെൻഷനുകൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ 62 ലക്ഷത്തിൽ പരം ആളുകൾക്ക് കൊടുക്കുന്ന ഒരു സംസ്ഥാനം, സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള പരിഗണന കൊടുത്തുകൊണ്ട് അവരെ ഒപ്പം നിർത്തുവാൻ കഴിയുന്ന തരത്തിൽ 1000 രൂപ വെച്ച് പ്രതിമാസ പെൻഷൻ കൊടുക്കുന്ന ഒരു സംസ്ഥാനം. ഈ സംസ്ഥാനത്ത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുന്ന തരത്തിലുള്ള അധികാരത്തിലിരുന്നു കൊണ്ടുള്ള നടപടികൾ സ്വീകരിക്കുന്ന ആ LDFൻ്റെ പ്രതിബദ്ധതയെ കാണാതെ ഒരാൾക്കും പോകുവാൻ സാധിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. എന്തായാലും ശക്തമായ രാഷ്ട്രീയ നിലപാട് അത് കാലങ്ങളായി കൈമുതലാക്കിയവരാണ്. എന്തായാലും ഇപ്പോൾ മത്സരത്തിനിറങ്ങുകയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. വളരെ നന്ദി. രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.